നമസ്കാരം. മതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയേണ്ട ആത്മീയ ആവശ്യകതയെ ഈ കാലത്ത് പലർക്കും തിരിച്ചറിയുവാൻ കൂടുതൽ പ്രയാസമായി വരുന്നു എന്ന ഒരു സാഹചര്യത്തെ കണക്കിലാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാം എന്തുകൊണ്ട് മതത്തിൽ നിന്ന് യേശുവിലേക്ക് തിരിയണം? നമുക്കേവർക്കും അറിയാവുന്നതുപോലെ യേശു സ്വർഗരാജ്യം സാക്ഷിക്കുവാനായി വന്നു. അന്ന് വളരെ തലയെടുപ്പുള്ള ഒരു മതപാരമ്പര്യമായിരുന്നു യഹൂദ മതത്തിൻ്റേത് എന്ന് നമുക്കറിയാം. എന്നാൽ അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മീയമായ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ സാധ്യമല്ല എന്നത് പരിപൂർണമായും വെളിപ്പെട്ടതുകൊണ്ടും അത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് യേശു മനുഷ്യനെ മതത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഇത്ര വലിയ വില കൊടുത്ത് ഒരു ദൗത്യം പൂർത്തീകരിച്ചത് എന്നതാണ് സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം. ഇതിലടങ്ങിയിരിക്കുന്ന മർമ്മം ആണെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും തിരിച്ചറിവില്ല എന്നതാണ് ശോചനീയമായ ഒരു യാഥാർത്ഥ്യം. അതങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം കാതലായ ആശയമായതുകൊണ്ടും അത് നമ്മുടെ ഇടയിൽ പരാമർശിക്കാതെ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതായതുകൊണ്ടും അത് അവതരിപ്പിക്കുന്നത് കുറച്ച് സാവകാശത്തിൽ തന്നെ ആകണമെന്നതുകൊണ്ടും നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോയുടെ ഉള്ളടക്കം അന്ത്യം വരെയും കാണുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് ഏവരോടും ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മതമെന്നാൽ എന്ത്? അതിൻ്റെ പരിമിതികൾ എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന പാളിച്ചകൾ എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിന് അല്പം അപരിചിതമായ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഗ്രീക്ക് മിത്തോളജി, ഗ്രീസിൽ പിറന്നു വീണ ഐഹിക കഥകൾ, മിത്തോളജി, അതിൽ അതിലൊരു കഥ പരാമർശിച്ച് നമ്മുടെ ചിന്ത ആരംഭിക്കാം. ക്രീറ്റ് എന്ന് പറയുന്ന രാജ്യം, അത് ഗ്രീസ് പല ചെറിയ രാജ്യങ്ങളുടെ സമാഹാരമാണ്. നിങ്ങൾക്കറിയാം, ആഥൻസ്, ക്രീറ്റ്, അതുപോലെ സ്പാർട്ട, അങ്ങനെ അനേക ചെറിയ രാജ്യങ്ങൾ, സിറ്റി സ്റ്റേറ്റ്സ് എന്നാണ് ഇവയെ പറഞ്ഞുകൊണ്ട്. അതിൽ ക്രീറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ രാജാവായിരുന്നു മിനോസ് എന്ന ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, മിനോസ്, MINOS. അദ്ദേഹം ക്രീറ്റ് എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിന് രാജാവാകുന്നതിന് മുൻപ് ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്താണ്? അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും തമ്മിൽ ഒരു വലിയ തർക്കം. ഈ രാജ്യത്തിൻ്റെ കിരീടാവകാശി ആരാണ്? ഈ തർക്കം അവർ തമ്മിൽ പരിഹരിക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് മിനോസ് എന്ന് പറയുന്ന ഈ അദ്ദേഹം, രാജാവാകാൻ പോകുന്ന അദ്ദേഹം, പൊസൈഡൻ എന്ന് പറയുന്ന ദൈവത്തോട്, പൊസൈഡൻ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ രാജാവെന്നാണ് ഗ്രീക്ക് മിത്തോളജിയിൽ വെച്ചിരിക്കുന്നത്. പൊസൈഡൻ, അങ്ങനെ ഒരു ഒരു മിസൈൽ അമേരിക്കയെ കൊണ്ട് നിങ്ങൾക്കറിയാം. അത് സമുദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലാണ്. അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ മിസൈൽ അല്ല, മിസ്സിൽ എന്നാണ് നിങ്ങൾക്കറിയാം. സാരമില്ല, നമുക്ക് പരിചിതമായ പ്രൊനൗൺസിയേഷൻ തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ. അപ്പോൾ കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലായതുകൊണ്ടാണ് അതിന് പൊസൈഡൻ എന്ന് പേര് കൊടുത്തത്. പൊസൈഡൻ കടലിൻ്റെ ദൈവമാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ മിനോസ് പൊസൈഡനോട് പ്രാർത്ഥിച്ചു, നീ എനിക്കൊരു അടയാളം തരണം. നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലോ മതത്തിൽ, നീ ഒരു അടയാളം. ഇപ്പം നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത് വേദപുസ്തകം തുറന്ന് നോക്കും, ഏത് വചനമാണ്, ഏത് വാക്യമാണ്, അതൊരു അടയാളമായിട്ടാണ്. നമുക്കറിയാം, പരീശന്മാരും
ശാസ്ത്രിമാരും യേശുവിനെ സമീപിച്ച് നീ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരണം. അടയാളം. മോശ ഫറവോൻ്റെ മുമ്പിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു. ഇങ്ങനെ അടയാളം. ഇത് സർവ്വലൗകികമായ മനുഷ്യൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യനെപ്പോഴും അടയാളം വേണം. അതുപോലെ തന്നെ അത് മിനോസ് എന്ന് പറയുന്ന ഈ ദേഹവും ദൈവത്തോട് പറഞ്ഞു, സമുദ്രത്തിൻ്റെ ദൈവമായ പൊസൈഡനോട് പറഞ്ഞു ഒരു അടയാളം തന്നെ. അപ്പോൾ കൊടുത്തു. എന്താണ്? ഈ സമുദ്രത്തിൽ പിറന്നു വീണ് വളർന്ന അതിമനോഹരമായ അതുല്യമായ ഒരു മൂരിക്കാളെ, ഒരു ബുൾ കൊടുത്തു. അപ്പോൾ അടയാളം കിട്ടിയല്ലോ, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മിനോസിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ശരി, നിനക്ക് ദൈവം തന്നെ, ദൈവത്തിൻ്റെ ആനുകൂല്യം നിൻ്റെ കൂടെ ഉണ്ട്, അതിൻ്റെ അടയാളവും കിട്ടി, അപ്പോൾ നീ രാജാവായിക്കും. അങ്ങനെ അദ്ദേഹം രാജാവായി. അപ്പോൾ പൊസൈഡൻ ദൈവത്തോട് പറഞ്ഞത്, നീ എനിക്കൊരു അടയാളം തന്നാൽ ആ അടയാളം എന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ അടയാളത്തെ ഞാൻ നിനക്കായി ബലി കഴിച്ചു കൊള്ളാം. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ നിനക്കായി തിരിച്ചു തന്നുകൊള്ളാം. എങ്ങനെയാണ് ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്? ബലിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത്. കാര്യമൊക്കെ കഴിഞ്ഞു, മിനോസ് രാജാവുമായി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിമനോഹരമായൊരു മൂരിക്കാളയാണ്. ഇതിന് സമാനം ലോകത്തിലൊരു മൂരിക്കാളയല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ദൈവത്തിന് കൊടുത്തിട്ട് എന്താണ്? ഇതിന് പകരം ഞാൻ വേറൊരു മൂരിക്കാളയെ കൊടുക്കാം. അതേ നിറമുള്ള ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്ന ഒരു മൂരിക്കാളെ. ഇപ്പോൾ ദൈവത്തിന് എന്താണ് വ്യത്യാസം? ഇത് തന്നെ വേണമെന്നെന്താണ്? ഒരു മൂരിക്കാളയെ മതിയല്ലോ, അത് ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അതിനെ ബലിയായിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറയാം, ഇതിൻ്റെ ബാക്കിയുള്ള കഥ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കഥ കുറച്ചൊക്കെ പറഞ്ഞാൽ കേട്ട് നിൽക്കാൻ ഇച്ചിരി പ്രയാസമാണ്, പറയാൻ എനിക്കും പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മിനോസ് എന്ന് പറയുന്ന രാജാവ് ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം മറ്റെന്തോ കൊടുത്തു. അതുപോലെ തന്നെ ഇരിക്കാമെന്ന് തോന്നുന്ന പ്രതീതി, അത് തന്നെയാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ സാധ്യമായ അല്ലെങ്കിൽ പര്യാപ്തമായ ഒരു മൂരിക്കാളെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ കഥ ഞങ്ങളോട് പറയുന്നത്? പറഞ്ഞുതരാം. ഇതാണ് മതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സ്ഥിതി ചെയ്യുന്ന മർമ്മം. ഈ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ മർമ്മം നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ, നിങ്ങൾക്ക് മതം എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ഒരു കാലത്തും മനസ്സിലാകാൻ സാധ്യമല്ല. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടും ശ്രദ്ധയോടും വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ നാം മനസ്സിൽ കുറിക്കേണ്ട പദം എന്താണ്? ഒന്നിന് പകരം മറ്റൊന്ന്. സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കച്ചവടത്തിൻ്റെ മർമ്മം അതാണ്. ഒന്നിന് പകരം മറ്റൊന്ന്, അല്ലേ? നിങ്ങളൊരു കോഴിയെ വാങ്ങിക്കാൻ പോകുന്നു, കോഴി തരുന്നു, അതിന് പകരം കാശ്, കോഴിക്ക് പകരം കാശ് ആണല്ലോ. അങ്ങനെ തന്നെയാണ് മതം പ്രവർത്തിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് മനസ്സിലാകും. നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ മതം വേദപുസ്തകത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ആദാമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു, തോട്ടത്തിലാക്കി വെച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കനി തിന്നരുത്. അവരത് തിന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ നഗ്നരാണ്. ആദ്യത്തെ അവിടെ കണ്ടുപിടുത്തം, ചരിത്രത്തിലെ മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്താണ്? നഗ്നതയാണ്. ഇന്നും ചരിത്രത്തെ ഏതാണ്ട് വളരെയധികം അടക്കി ഭരിക്കുന്ന ഒരു വസ്തുതയാണ് നഗ്നത എന്നത്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യാനുഭവത്തിൽ ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല നഗ്നത. അപ്പോൾ ഇവിടെ ഒരു പുരോഹിതൻ ട്രെയിനിൽ ഒരു സ്ത്രീയുടെ മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തി അയാളെ പോലീസ് പിടിച്ചെന്നൊക്കെയുള്ള ന്യൂസ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമല്ല, ഈ ലോകം മുഴുവനും ഓടുന്നത് നഗ്നതയിലാണ് എന്ന് നമുക്കറിയാം. പോട്ടെ, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ നഗ്നനാണെന്ന് ആദ്യത്തെ കണ്ടുപിടുത്തമാണ്. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ അത്തിയില കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കിയിട്ടു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ഭാഗം. എന്താണത്? ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധനായി നിൽക്കേണ്ട മനുഷ്യൻ അവൻ്റെ അശുദ്ധിയെ
മറയ്ക്കാനായിട്ട് ശുദ്ധിക്ക് പകരം ഒരു മറ കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കണം, മനുഷ്യൻ വസിക്കേണ്ടത് വിശുദ്ധിയിലാണ്, അതിന് പകരം ഒരു മറ കണ്ടുപിടിച്ചു. ഇതാണ് മനുഷ്യൻ്റെ അന്ന് മുതൽ മതം ആരംഭിക്കുകയാണ്. വിശുദ്ധമായി ജീവിക്കേണ്ട മനുഷ്യൻ അതിന് കൂട്ടാക്കാതെ അതിലടങ്ങിയിരിക്കുന്ന അച്ചടക്കത്തെ സ്വീകരിക്കുന്നതിന് പകരം ഒരു മറ കണ്ടുപിടിക്കുകയാണ്. ആ മറയുടെ പേരാണ് മതം. മതം ഒരു മറയാണ്. മതം ഒരു മറയാണ്. എനിക്ക് മതത്തെപ്പറ്റി നിങ്ങൾക്ക് തരാനുള്ള അറിവിൻ്റെ കാതലായ ഒരു ആശയമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണമേ എന്ന് വിനീതമായി ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അപ്പോൾ മറ, മനുഷ്യൻ ഉള്ളിൽ എന്താണ് എന്നത് ഇനിമേൽ പ്രശ്നമല്ല. അവനെ തന്നെ മറച്ചിരിക്കുന്നു. അത്തി ഇല കൊണ്ട് മറയുണ്ടാക്കി. ഇപ്പോൾ അത്തി ഇല കൊണ്ടല്ല, അത്തി ഇലയ്ക്ക് പകരം അനേക വിധത്തിൽ, കോടിക്കണക്കിന് വിധത്തിൽ മറയുണ്ടാക്കാൻ മനുഷ്യൻ സാംസ്കാരികമായി ശാസ്ത്രീയമായി ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു വിപുലീകരണമാണ്. ഇറ്റ്സ് ആൻ ഇലാബറേഷൻ ഓഫ് ദ സെയിം പ്രിൻസിപ്പിൾ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ അനേക പ്രവർത്തന രീതികളും ഉദാഹരണങ്ങളും സംഭവങ്ങളുമുണ്ട്. ഞാൻ എല്ലാം ഒരു വീഡിയോ ചേർക്കാനൊക്കത്തില്ല എന്നറിയാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ ജനതയെ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് ഒരു യാത്രയാകുമ്പോൾ ആ യാത്രാമധ്യേ ഹോരേ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിപ്പാനായി ദൈവത്തോടുള്ള സംസർഗത്തിൽ അവിടെ വസിക്കുമ്പോൾ താഴെയുള്ള ജനം അഹറോനെ ഹേമിച്ച് അവനെക്കൊണ്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അന്വേഷിച്ച് ദൈവവുമായി സംസർഗം പാലിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിഞ്ഞ് ജനത്തെ അറിയിക്കുന്നതിന് വേണ്ടി മോശ തത്രപ്പെടുമ്പോൾ താഴെ എന്താണ് സംഭവിക്കുന്നത്? ആ ദൈവത്തിന് പകരം മറ്റൊരു ദൈവം. മനസ്സിലാക്കണം, അങ്ങനെയാണ് അവരുടെ തന്നെ സ്വർണം വാങ്ങിച്ചിട്ട് അവർക്കൊരു കാളക്കുട്ടിയെ ദൈവമാക്കി അഹരോനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അഹരോൻ ഈ പൗരോഹിത്യ വഴിയുടെ തലതൊട്ടപ്പനാണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് അഹരോൻ്റെ വടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അഹരോൻ്റെ എന്താണ് പറയുന്നത്, അനുഗ്രഹം. അതാണ് എയറോണിക് ബ്ലെസ്സിങ് എന്ന് പറയുന്ന അഹരോൻ്റെ അനുഗ്രഹം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെയാണ് നാം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖപ്രകാശം നിൻ്റെ മേലുണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയുന്ന വലിയ എയറോണിക് ബ്ലെസ്സിങ് അഹരോൻ. അപ്പോൾ അഹരോനാണ് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിക്കുന്ന ദൈവത്തിന് പകരമായി മനുഷ്യൻ അന്വേഷിക്കുകയും മനുഷ്യൻ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പകരം വെപ്പലാണ് എല്ലാ വിഗ്രഹങ്ങളും. ഈ വിഗ്രഹാരാധനയില്ലാത്ത ഒരു മതവും ലോകത്തിലില്ല. കാരണം ഇത് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. ദൈവം വെളിപ്പെടുത്തി നൽകുന്ന ആത്മീയമായ സത്യമുണ്ട്. അതിനെ ഉപയോഗിച്ച് മനുഷ്യൻ സൃഷ്ടിക്കുന്ന അവൻ്റേതായ സൃഷ്ടിയാണ് മതമെന്നുള്ളത്. അതിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന മർമ്മത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സ്വർണ്ണക്കാളക്കുട്ടി, അതാണ് മാമോൻ എന്ന് നാം പറയുന്നത്. അതായത് നമ്മുടെ സ്വത്ത് കൊണ്ട് നമുക്കുണ്ടാക്കുകയും നമ്മുടെ സ്വത്ത് കൊണ്ട് വാങ്ങിക്കുകയും നമ്മുടെ സ്വത്ത് കൊണ്ട് ഇഷ്ടം പോലെയൊക്കെ ചെയ്യുകയും ചെയ്യാവുന്ന നമ്മുടെ പിടിയിലൊതുങ്ങുന്ന ദൈവം, അതാണ് ഈ മാമോൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ അവതാരമാണ് അഹറോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ. അവൻ്റെ കൈകൊണ്ട് കരവിരുതുകൊണ്ട് സൃഷ്ടിച്ച ഈ സ്വർണ്ണ കാളക്കുട്ടി ഇത് വേദപുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കും. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയും കുറച്ചങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിനൊരു ആലയമുണ്ടാക്കും. ഗോഡ്സ് ഹൗസ് എന്ന് പറയും. മനുഷ്യൻ ദൈവത്തിനൊരു ആലയമുണ്ടാക്കുന്നു. അതൊരു വലിയ ഭക്തിയാണെന്നാണ് നാം കരുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവത്തിനൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ആലയം പണിയുക എന്നുള്ളത്. കാരണം ദൈവം ജീവനുള്ളതും സക്രിയവും ഒരിടത്തും തങ്ങി നിൽക്കാത്തതുമായ ജീവൻ്റെ അതായത് ഇമ്മോർട്ടൽ ലൈഫ്, ആ ജീവൻ്റെ പ്രമാണമാണ്. അതിനെങ്ങനെയാണ് നിങ്ങൾ ഒരിടത്ത് കയറ്റിയിരുത്തുന്നത്? എന്നാൽ
മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ആരാധനാലയം, ദൈവത്തിൻ്റെ ആലയം ഉണ്ടാക്കുന്നതെന്നറിയാം? ഇത് ഞാൻ വളരെ 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 അന്വേഷിച്ചൊരു കാര്യമാണ്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദൈവത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ജീവിത അംശങ്ങളിൽ നിന്നും നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ സംരംഭങ്ങളിൽ നിന്നും ഒഴിച്ചു നിർത്താനായി, മാറ്റി നിർത്തി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാനായിട്ട് മനുഷ്യർ കണ്ടുപിടിച്ച ഒരു എന്താണ് പറയുന്നത്, ഒരു കൃത്രിമ വിദ്യയാണ് ഈ ആരാധനാലയം ഉണ്ടാക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലുണ്ട്. എല്ലാ ദിവസവും ദൈവം ആദാമിനോടും ഹവ്വായോടും കൂട്ടായ്മ ആചരിക്കുന്നതിന് തോട്ടത്തിൽ വന്നു. തോട്ടമാണ് ആരാധനാലയം. ദൈവം വിഭാവന ചെയ്ത ആരാധനാലയം എന്താണ്? മനുഷ്യൻ വസിക്കുന്നതിൻ്റെ, മനുഷ്യനാകുന്നതിൻ്റെ, മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളുടെയും ആകത്തുക. അതാണ് ദൈവം വിഭാവന ചെയ്ത ആരാധനാലയം. അതിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകാതെ ദൈവത്തെ ജീവിതത്തിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും, ഭവനങ്ങളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, രാഷ്ട്രത്തിൽ നിന്നും ഒഴിച്ചു മാറ്റി ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തി ഇരുത്തുന്നതിന് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു എന്താ പറയുന്നത്, ഒരു കൗശല്യമുള്ള ഒരു കുബുദ്ധിയാണ് ഈ ആരാധനാലയം. പക്ഷേ ഇത് പറയുമ്പോൾ പലർക്കും ഒരു ഷോക്ക് അടിക്കും, എനിക്കറിയാം. പക്ഷേ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആരാധനാലയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെ ആരും വിഭാവന ചെയ്യരുത്. നിങ്ങൾ വിഗ്രഹാരാധന നടത്തരുതെന്ന് പറയുമ്പോൾ അത് ഇതിനെയൊക്കെ ബാധിക്കുന്ന കൽപ്പനയാണെന്ന് പലരും അറിയാതെ പോകുന്നു. അത് ദുഃഖകരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നാം ദൈവത്തിന് ആലയം പണിതു. അപ്പോൾ നമ്മളാരാണ്? ദൈവത്തിൻ്റെ ലാൻഡ് ലോഡാണ്. ദൈവം നമ്മുടെ പാട്ടക്കാരനാണ്, നമ്മുടെ ടെനൻ്റാണ്. ഇങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇതിൻ്റെയൊക്കെ മേളിൽ പുരോഹിതനുണ്ടായി. ഞാൻ അതിലേക്ക് വരികയാണ്. എങ്ങനെയാണ് പുരോഹിതനുണ്ടായത്? ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. പക്ഷേ അത് ചില പ്രയാസമുള്ള കാര്യമാണ്, അത് ചില കട്ടിയുള്ള കാര്യമാണ്. അതിൻ്റെ എളുപ്പമുള്ള കൃത്രിമമായ മാർഗം എന്താണ്? ചിലരെ കണ്ടുപിടിക്കുക, അവർക്ക് ഒരു വലിയ അച്ചടക്കം, അവരിങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു, ദൈവത്തോട് അടുത്ത് വസിക്കുന്നു, അവർ ദൈവികമായി ജീവിക്കുന്നു. നമുക്കതൊന്നും വേണ്ട, നമുക്കിഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ ഇവരിൽ കൂടെ പോയാൽ നമ്മുടെ കാര്യം സാധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും അനുസരിച്ചും ദൈവികമായ വെളിച്ചത്തിൽ ജീവിച്ചും പോകേണ്ട മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നതിന് പകരം അവൻ കണ്ടുപിടിച്ച ഒരു പകരം വെപ്പലാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ പുരോഹിതൻ. ഞാൻ അംഗീകരിക്കുന്ന പുരോഹിതൻ എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഒരു പക്ഷേ. നിങ്ങൾ പുരോഹിതനെ ആരാധിക്കുകയും അല്ലെങ്കിൽ അനുസരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലൊരു മർമ്മമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ അച്ഛനെന്നല്ലേ പറയുന്നത്, നമ്മളുടെ കത്തനാർ, നമ്മളുടെ എന്താ പറയുക മെത്രാൻ എന്നല്ലേ പറയുന്നത്. കാരണം അവരൊക്കെ നമുക്ക് പകരം നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പുരോഹിതന്മാർ മേൽത്തരമായി ജീവിക്കണമെന്നും അവർ പ്രാർത്ഥനാ ജീവിതത്തിൽ മുഴുകണമെന്നും അവർ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്നും അവർ യേശുവിനോടടുത്ത്, ഇതൊക്കെ വെറും മിഥ്യയാണ്. നമ്മളവരെപ്പറ്റി അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം നമുക്കങ്ങനെ ആകാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ എപ്രകാരം സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കിയോ അതുപോലൊരു കാളക്കുട്ടിയാണിത് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇനി പുരോഹിതനെ നോക്കിയാൽ പുരോഹിതൻ അടി മുതൽ മുടി വരെ ഈ പകരം വെപ്പിലാണ്. പുരോഹിത വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചു, പുരോഹിതൻ്റെ കുപ്പായം വെള്ളയായിരിക്കണം. എന്താണ്? വിശുദ്ധ വസ്ത്രം. വിശുദ്ധിയുടെ വർണ്ണം, വിശുദ്ധിയുടെ നിറം വെള്ളയാണെന്നല്ലേ വെപ്പ്, ഇല്ലേ? തൂവെള്ള ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരു പ്രശ്നമല്ല. അതിന് പകരം, ഉള്ളിലെ വിശുദ്ധിക്ക് പകരം വെക്കുന്നതാണ് ഈ കാസക്ക്. അതുപോലെ അരയിൽ
ഒരു കെട്ട് കാണും. അതിന് ഇംഗ്ലീഷിൽ ഗേർഡിൽ എന്നാണ് പറയുന്നത്. ഗേർഡിൽ അതെന്തിനാണെന്നറിയാമോ? സ്വയം എന്താണ് പറയുന്നത്, നിയന്ത്രണം, ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. അപ്പോൾ സെൽഫ് കൺട്രോൾ വേണ്ട, അതിവിടെ ഉണ്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ആത്മസംയമനത്തിന്, ആത്മനിയന്ത്രണത്തിന് പകരം വെക്കുന്നൊരു പരിപാടിയാണ് ഈ അരയിലെ കെട്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ സർപ്ലസ് ഇങ്ങനെ ഇടും. അതെന്താണ്? ഈ യേശുവിൻ്റെ നുഖത്തിൻ്റെ കീഴിലാണ് പുരോഹിതൻ എന്ന് കാണിക്കാനാണ് ഈ സർപ്ലസ് ഇടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ യേശുവിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിൽക്കുകയൊന്നും വേണ്ട, അതിന് പകരമാണ് ഇതിങ്ങനെ ഇട്ട് വെച്ച്. അത് കണ്ടാൽ മനോഹരമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും അന്വേഷിക്കുന്നത് മറ്റൊരു കാര്യം. അങ്ങനെ നിങ്ങൾ എന്ത് നോക്കിയാലും ഇപ്പോൾ തന്നെ ഒരു മെത്രാൻ കുരിശും കൊണ്ട് നടക്കുന്നു, കുരിശും കൊണ്ട് ഇങ്ങനെ നടക്കും. അത് ചിലപ്പോൾ തലയെ കൊണ്ട് മുട്ടിക്കും, ഒരിക്കലും അങ്ങനെ കിട്ടിയൊരു മുട്ട്. അതെന്താണ്? യേശുവിൻ്റെ കുരിശ് വഹിക്കേണ്ട, കുരിശിൻ്റെ ആ അച്ചടക്കത്തിൽ ജീവിക്കേണ്ട കുരിശിനെ ഒരു ആഭരണമായി, ഒരായുധമായി കൊണ്ട് നടക്കും, മുട്ടിക്കും. അതൊരു പകരം വെപ്പലാണെന്ന് ജനം മനസ്സിലാക്കുന്നില്ല. ഈ ചെയ്യുന്ന മെത്രാനും അത് അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ ദുഃഖകരമായ യാഥാർത്ഥ്യം. ആരെങ്കിലും ചോദിക്കണം, മെത്രാച്ചോ എന്തുകൊണ്ടാണ് നീ കൊണ്ടു നടന്ന ആളുകളുടെ നെറ്റിക്ക് അനാവശ്യമായിട്ട് മുട്ടിക്കുന്നത് ചോദിച്ചാൽ മെത്രാൻ കാണുന്നില്ല. ഇപ്പോൾ അറിഞ്ഞുകൂടാ. സത്യം നിങ്ങൾ ഏത് മെത്രാനോടും ചോദിച്ചോ, അറിഞ്ഞുകൂടാ. അതൊരു പകരം വെപ്പലാണെന്ന് പോലും ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാ. സങ്കടമാണ്. ഇത് അജ്ഞതയുടെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് സാധാരണ ജനം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മനസ്സോടെ ഞാൻ നിർബന്ധിതനായിത്തീരുന്നു. അപ്പോൾ ഈ പുരോഹിത വർഗത്തിൻ്റെ ആ വേഷഭൂഷാദികൾ മുഴുവനും നോക്കിയാൽ ഇതെല്ലാം പകരം വെക്കുകയാണ്. എന്താണ്? ഉള്ളിൽ അശുദ്ധി വേണ്ട, അതിന് പകരം ചില വസ്ത്രങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ. പിന്നെ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ ഇങ്ങനെ കുന്തിരുക്കം ഇങ്ങനെ ഇതിനാണ് പ്രാർത്ഥനയ്ക്ക് പകരം വെക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ് പറയുന്നത്. എന്താ ഇതൊക്കെ നാം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് യഥാർത്ഥത്തിൽ ഉള്ളുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നതിന് പകരം ഒരു കുന്തിരാണ്ടത്തിൽ ഇതിട്ട് പുകച്ച് കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതെന്താണ്? നിങ്ങൾ ചിന്തിക്കണം. അയ്യോ, കഷ്ടമാണിത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മൾ പണിത വീടിനെ പറ്റി കണ്ടു. അവിടെ ആധിപത്യം നടത്തുന്ന പുരോഹിതൻ്റെയും മെത്രാൻ്റെയും ഈ പകരം വെപ്പൽ പരിപാടി കണ്ടു. ഇനിയും ഏറ്റവും സെൻസിറ്റീവായിട്ടൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അതോടുകൂടെ ഞാനിത് അവസാനിപ്പിക്കാൻ സമയം പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. നമ്മൾ യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ എന്തുകൊണ്ട് യേശുവിനെ പറ്റി ഇത്ര വികാരനിർഭരമായി ചിന്തിക്കുന്നതെന്നറിയാമോ? ഒറ്റ കാര്യം, അവൻ നമുക്ക് പകരമായി മരിച്ചു. ഒന്നിന് പകരം മറ്റൊന്ന്. എന്നാൽ യേശു എന്തിന് അങ്ങനെ നമുക്ക് പകരമായി മരിച്ചു എന്നതിൻ്റെ അർത്ഥമാരും ചോദിക്കാറില്ല. ഞാനൊരു സൂചന നൽകാൻ പോവുകയാണ്. ഇപ്പോൾ അന്ന് വരെ നമുക്കറിയാം, യഹൂദ ക്രമമനുസരിച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, ഓരോന്നിനും ഓരോ പാപത്തിൻ്റെയും ഗ്രാവിറ്റി അനുസരിച്ചാണ് ഏത് യാഗം. അങ്ങനെ അപ്പം ഒന്നിന് പകരം അതാണ് യാഗം എന്ന് പറഞ്ഞാൽ. ഈ പക്ഷിയാഗം, മൃഗയാഗം എന്താണ്? ഒന്നിന് പകരം മറ്റൊന്ന്. മനുഷ്യനെ ബലിയർപ്പിക്കാനൊക്കാത്തത് കൊണ്ട്, എനിക്ക് എൻ്റെ പാപത്തിൻ്റെ ഭാരം വഹിക്കാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു ആടിൻ്റെയോ മാടിൻ്റെയോ കാടിൻ്റെയോ മേളിൽ അടിത്തേപ്പിച്ച് അതിനെ കൊന്നുകളയാം, അപ്പോൾ ഞാൻ ശുദ്ധനായി എന്ന് പറയുന്ന ഈ ഒരു തന്ത്രം, ഇത് മനുഷ്യന് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. ഇത് കള്ളമാണ്. ഇതിൽ സത്യം അല്പം പോലുമില്ല. യാഗമെന്നൊക്കെ വാക്കുപയോഗിച്ചാലും ഇത് പച്ച കള്ളമാണ് എന്നത് നമുക്കറിയാമെങ്കിൽ യേശുവിനറിയാം, ദൈവത്തിനറിയാം. അപ്പോൾ യേശു ഇപ്രകാരം ലോകത്തിൽ വരികയും മനുഷ്യരാശിയുടെ, നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യരാശിയുടെ പാപഭാരം തന്നിൽ ഏൽക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും, അത് ഈ
പകരം വെക്കലിനെ സാധൂകരിക്കുന്ന പ്രശ്നമാണല്ലോ, തികച്ചുമല്ല, നേരെ മറിച്ചാണ്. എന്താണ് ഈ പകരം വെക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യന് പകരം ആട്, മാട്, അല്ലെ എന്നാ പറയുന്നത്, പ്രാവ്, അരിപ്രാവ് എന്നൊക്കെ പറയും. എന്നാൽ യേശു ലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയുടെ പാപത്തിൻ്റെ ഭാരം വഹിച്ച് ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? മനുഷ്യൻ, നീ മനുഷ്യനാണെങ്കിൽ നിൻ്റെ പാപത്തിൻ്റെ ഭാരം നീ വഹിക്കണം. അതാണ് എൻ്റെ അർത്ഥം. നിൻ്റെ ജീവിത അവസ്ഥ, അതിനെപ്പറ്റി നിനക്ക് സത്യസന്ധമായൊരു ബോധമുണ്ടാകണം. നീ ഒരു മൃഗത്തിൻ്റെ മേലോ ഒരു പക്ഷിയുടെ മേലോ അത് അടിച്ചേൽപ്പിക്കരുത്. അപ്പോൾ യേശു പാപപരിഹാരമായി തന്നെ ബലിയായി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്ത് നടക്കാമെന്നാണ്? അല്ല. ഒരു സത്യം നീ തിരിച്ചറിയണം. എന്താണ്? മനുഷ്യൻ പാപം ചെയ്താൽ മനുഷ്യൻ അതിന് മറുപടി പറയണം. അല്ലാതൊരു മാർഗമില്ല. പിന്നെ കൃപയൊന്നും മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ മൂല അർത്ഥത്തെ മറയ്ക്കുന്നതിന് വേണ്ടി പലതും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃപയെപ്പറ്റി പറഞ്ഞു. എന്താണ്? നമ്മുടെ അവസ്ഥയുടെ യാഥാർത്ഥ്യങ്ങൾ അത് എത്ര ഭീകരമാണെങ്കിലും അതിനെ ആത്മീയമായ ധൈര്യത്തോടും പ്രത്യാശയോടും വഹിക്കുവാനും, അങ്ങനെ വഹിക്കുന്നതിൽ കൂടെ നാം ശുദ്ധീകരിക്കപ്പെട്ട് അന്ത്യമായി നാം ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ്, നൽകുന്ന ഔദാര്യമാണ് ഈ കൃപ. അല്ലാതെ തോന്നിവാസം ജീവിക്കാനുള്ളതാണോ ദൈവം നൽകുന്ന കൃപ? നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? മനുഷ്യൻ അവൻ ചെയ്യുന്ന ക്രിയകൾക്ക് ഉത്തരവാദിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇല്ലയോ? അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദി അല്ലെങ്കിൽ പാപം എന്നൊരു ആശയം പോലും, ഒരു കോൺസെപ്റ്റ് പോലും ഉണ്ടാകാൻ സാധ്യമല്ല. പാപം എന്ന കോൺസെപ്റ്റിൻ്റെ, എന്ന ആശയത്തിൻ്റെ മൂല അർത്ഥം എന്താണ്? മനുഷ്യൻ അവൻ ചെയ്യുന്ന ക്രിയകൾക്ക് ഉത്തരവാദിയാണ്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. എന്നാൽ പാപത്തിൻ്റെ രണ്ടാമത്തെ വശം എന്താണ്? മനുഷ്യൻ അവൻ ചെയ്യുന്ന ക്രിയകൾക്ക് ഉത്തരവാദിയാണെങ്കിലും അവൻ ഒരിക്കലും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല, സമ്മതിക്കുകയില്ല. പിന്നെ മനുഷ്യൻ എന്തു ചെയ്യും? ആരെയെങ്കിലും അവന് പകരം ബലിയാടാക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. യേശു അപ്രകാരം ചെയ്തതുകൊണ്ട്, തന്നെ ലോകത്തിൻ്റെ പാപപരിഹാരയാഗമായി അർപ്പിച്ചതുകൊണ്ട് സർവ്വലോകത്തിനും സദാകാലത്തേക്ക് നൽകിയൊരു ദൂതുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ക്രിയകൾക്ക് നിങ്ങൾ ഉത്തരവാദികളാകണം. അതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഭയത്തോടും വിറയലോടും നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിപ്പീൻ. ഈ ഒരു പഠിപ്പീരില്ല എങ്കിൽ മതത്തിൽ സത്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല. അതിന് പകരം അഭിനയവും കാപട്യവും വഞ്ചനയും മോഷണവും ചൂഷണവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അന്ധകാരപൂരിതമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിക്കുന്നത് ഈ പകരം വെക്കൽ പ്രക്രിയ, സബ്സ്റ്റിറ്റ്യൂഷൻ. എപ്രകാരം ഗ്രീക്ക് മിത്തോളജിയിൽ കിങ് മിനോസ് അവന് ദൈവത്തിന് കൊടുക്കാമെന്ന് അവൻ പറഞ്ഞ മൂരിക്കാളെ, അത് അതിമനോഹരമായതുകൊണ്ട് കൊടുക്കാതെ അവൻ്റെ തൊഴുത്തിൽ നിന്ന് വേറെ മൂരിക്കാളെ കൊടുത്തു. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ. അതേ സബ്സ്റ്റിറ്റ്യൂഷനാണ് നാം ചെയ്യുന്നത് മുഴുവനും. മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ആ ഒരു കഥയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ഗ്രീക്ക് സാഹിത്യം പഠിച്ചൊരു വ്യക്തി എന്നതിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും നാം പ്രതിബിംബിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ചു വെക്കുന്ന ഈ വ്യവസ്ഥിതികൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒന്നിനു പകരം ഒരിക്കലും ഒറിജിനലായിട്ടൊരു കാര്യം ഇതിനകത്ത് വരികയില്ല. ഉദാഹരണമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ ഈ സത്യകർമ്മം എന്ന് പറയുന്നു. അതിനുവേണ്ടി വഴക്കിടുന്നു, മല്ലിടുന്നു, തല്ലിക്കീറുന്നു. അതൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. യേശു നടത്തിയ ആ അന്ത്യ അത്താഴവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. സാമ്യമുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലൊക്കെ അതൊക്കെ ചെയ്തു വെക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആ അന്ത്യ അത്താഴം ഒന്ന് വിഭാവനം ചെയ്യൂ. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒരു മൂരിക്ക് പകരം മറ്റൊരു മൂരി എന്ന് ഗ്രീക്ക് കഥയിൽ പറയുന്നത് പോലെ ഒറിജിനൽ സംഭവമല്ലിത്.
ഒറിജിനൽ ദൈവികമായ ആ ഒരു വലിയ അനുഭവത്തിന് പകരം മനുഷ്യൻ സൃഷ്ടിക്കുന്ന കത്തനാര് കാണിക്കുന്ന ഒരു കളിയാണിത്. അതുകൊണ്ടാണ് അവർ ആ കളി അവരുടെ തന്നേതാകണം എന്ന് പറഞ്ഞ് അയ്മേനുകളെ കൊണ്ട് തമ്മിൽ തല്ലിക്കുകയും ചോര ചിന്തിക്കാൻ യാതൊരു മടിയുമില്ലാതെ നിൽക്കുന്നത്. ഇത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, എവിടെയൊക്കെ സത്യത്തിന് പകരം മനുഷ്യൻ മറ്റെന്തൊക്കെയോ നിർമ്മിച്ച് അവിടെ വിഗ്രഹം പോലെ സ്ഥാപിക്കുന്നുവോ, അതിനെ ആരൊക്കെ അനുഗമിക്കുന്നുവോ, ആരാധിക്കുന്നുവോ, അവരെല്ലാം ഈ പടുകുഴിയിൽ വീഴാൻ മാത്രമേ അവകാശമുള്ളൂ. ഇതൊരു വലിയ അപകടമാണ്. ഇതിൻ്റെ അപകടം എത്ര ഘോരമാണ് എന്ന് പറഞ്ഞറിയിക്കുവാൻ എനിക്ക് വാക്ചാതുര്യമില്ലാതെ പോയല്ലോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇതുവരെയും ഒന്നിന് പകരം മറ്റൊന്ന് വെച്ച് കൊണ്ട് നടന്നു. അതുകൊണ്ടെന്തോ ദൈവ കൃപ അല്ലെങ്കിൽ ആനുകൂല്യം പ്രാപിക്കുമെന്ന് വിചാരിച്ചു. നിങ്ങളൊരിക്കലും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത്. എപ്രകാരം ഏദൻ തോട്ടത്തിൽ ആദാവും ഹവ്വായും അത്തിയില പറിച്ച് അവരുടെ നാണം മറച്ചുവോ, അതെന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ മുൻപിൽ സത്യസന്ധരായി തുറന്ന മനസ്സോടെ ഒന്നും ഒളിക്കാനില്ലാതെ മറച്ചു വെക്കാനില്ലാതെ ദൈവത്തിൻ്റെ മക്കളായി സസന്തോഷം ശങ്കയില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് പകരം ഇല്ലാത്ത മാന്യതയുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഈ കുന്തം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കണം അല്ലേ? നാം വസ്ത്രം ധരിക്കുന്നത് എന്താണ്? നമ്മുടെ നഗ്നത മറയ്ക്കാനാണ്. എന്താണ് നഗ്നത? നമ്മുടെ ശരീരത്തിന് ഇല്ലാത്ത സൗന്ദര്യമുണ്ടെന്ന് വസ്ത്രത്തിൽ കൂടെ നമ്മൾ അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്രയും പൈസ അതിനു വേണ്ടി ചിലവാക്കുന്നത് അല്ലേ? ഈ ഭക്തി മുഴുവനും ഇപ്രകാരമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒന്നിനു പകരം മറ്റൊന്നാണ്. ഉള്ളിൽ യാതൊരു സത്യവുമില്ല. അതിന് പകരം വെക്കുന്ന പരിപാടികളാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ദേഷ്യം വരും, എനിക്കറിയാം. പക്ഷേ യേശു പറഞ്ഞൊരു തത്വമുണ്ട്. നിങ്ങൾ ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം. യു ഷാൽ നോ എ ട്രീ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്സ്. ഇത്രയൊക്കെ വലിയ സംരംഭം നടന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി, ഇത്ര കൃശഗാത്രനായിപ്പോയത്? നമ്മുടെ ഇടയിൽ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിനോ ഭാരത രാജ്യത്തിനോ വെളിച്ചം പകരുവാൻ പര്യാപ്തമായ ഒരൊറ്റ ക്രിസ്ത്യാനിയെ കാണിക്കാം. ഒരൊറ്റ ക്രിസ്ത്യാനി. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. മതം കൊണ്ട് ഞാൻ മതത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞാൻ അനുഭവിച്ച അധപ്പതനം, അതിൻ്റെ തീച്ചുളിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സത്യം ഒരിക്കലും അറിയുവാനും സത്യത്തിന് സാക്ഷി ആയി നിൽപ്പാനും മതത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല എന്നത് എൻ്റെ സാക്ഷ്യമാണ്. കാരണം ഈ മതം ആദ്യ മുതൽ അവസാനം വരെ പ്രവർത്തിക്കുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, സത്യത്തിന് പകരം അതുപോലെയാണെന്ന് തോന്നാവുന്ന ഏതോ കാര്യം, എല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് യേശു കാൽവറിയിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു അർത്ഥം നിങ്ങളോടാരും പറയുകയില്ല. യേശു ക്രൂശിൽ മരിച്ചത് എന്തിനാണ്? ഒരൊറ്റ സത്യം, പരമമായ സത്യം മനുഷ്യജാതി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതെന്താണ്? മനുഷ്യൻ്റെ പാപത്തിന് അവൻ തന്നെ വില കൊടുത്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു മനുഷ്യപുത്രനായി വന്നത്. ഞാൻ എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ ഈ ലോകത്തിൽ ഇത് ഇപ്രകാരം നിർവഹിച്ച് നിങ്ങളെ മനസ്സിലാക്കിയത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാനതിൻ്റെ ഭാരം എടുക്കാവുന്നതല്ല. അത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മൂലമർമ്മം എന്താണ്? മനുഷ്യനായാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവൻ ഉത്തരവാദിയാകണം. ദർ ഇസ് നോ ഹ്യൂമാനിറ്റി വിത്തൗട്ട് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വരഹിതമായ ഒരു മനുഷ്യത്വം നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്നും അതിൻ്റെയൊക്കെ ആ ഒരു കാൽപ്പനിക ലോകത്തിൻ്റെ രാജാക്കളാണ് ഞങ്ങളെന്നും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഞങ്ങളതിൻ്റെയൊക്കെ ചുമതല ഏറ്റെടുക്കാമെന്നും പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഒരു വളയത്തിലാക്കി സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് അവരെ അവിടെ തന്നെ തറപ്പിച്ച് വെച്ച്
അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു സമ്പ്രദായമാണ് ഈ മതത്തിൽ നിൽക്കുന്നത് എന്ന് ദൈവനാമത്തിൽ ഞാൻ എല്ലാവരോടും അറിയിച്ചു കൊള്ളുന്നു. ഇത് അറിയിക്കുക എന്നത് എൻ്റെ ചുമതലയും ഇതിനെ പരിഗണിച്ച് ഇതിൽ സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നത് നിങ്ങളുടെ കടമയുമാണ്. ഞാൻ എൻ്റെ ചുമതല നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിപ്പീൻ. എല്ലാവർക്കും ദൈവം സത്യത്തിൽ കൂടെ വിടുതൽ നൽകട്ടെ. ആമേൻ.